ലബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തുന്ന രീതിയിലുള്ള കടുത്ത സൈനിക ഏറ്റുമുട്ടലുകളാണ് വീണ്ടും മേഖലയിൽ രൂപപ്പെടുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കഠിനമായ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായി ഉണ്ടാക്കിയെടുത്ത സമാധാന അന്തരീക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇരുവിഭാഗവും ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. വെടിനിർത്തൽ വ്യവസ്ഥകൾ നിലവിലിരിക്കെ തന്നെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാകുന്നുണ്ട്. അതിർത്തിയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നത് ലബനൻ അതിർത്തിയിൽ വെച്ച് വീണ്ടും ഒരു ഇസ്രയേലി സൈനികൻ കൂടി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ ഈ ആക്രമണം വെടിനിർത്തൽ കരാർ എത്രത്തോളം ദുർബലമാണെന്ന് അടിവരയിടുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ച ശേഷവും സൈനിക നീക്കങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഏറ്റവും പുതിയ രക്തച്ചൊരിച്ചിൽ. ഈ സംഭവം ഇസ്രയേലിനുള്ളിൽ വലിയ രാഷ്ട്രീയ സൈനിക ചർച്ചകൾക്ക് ഇതിനകം തന്നെ വഴിവെച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യത്തിലെ ഏറ്റവും കരുത്തുറ്റതും പ്രശസ്തവുമായ ഗോലാനി ബ്രിഗേഡിന്റെ 12ാം ബറ്റാലിയനിലെ സ്റ്റാഫ് സർജന്റായ നെഗീവ് ദാദൻ എന്ന 20കാരനാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അതിവേഗം നീങ്ങാൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണ വിഭാഗമാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തെക്കൻ ലബനനിലെ സൈനിക താവളത്തിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ശക്തമായ മോർട്ടാർ ആക്രമണത്തിലാണ് ഇസ്രയേൽ സൈനികൻ കൊല്ലപ്പെട്ടത്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ അതിർത്തി കടന്നെത്തിയ മോർട്ടാർ ഷെല്ലുകൾ ഇസ്രയേലിന്റെ താൽക്കാലിക താവളങ്ങളിൽ പതിക്കുകയായിരുന്നു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഈ ഷെല്ലാക്രമണം ഉണ്ടായത് എന്നത് ഇസ്രയേൽ സൈന്യത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. വെടിനിർത്തലിന് ശേഷവും ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണശേഷിയും കൃത്യതയും നിലനിർത്തുന്നു എന്നതിന്റെ സൂചനയാണിത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം മാത്രം തെക്കൻ ലബനനിൽ കൊല്ലപ്പെടുന്ന 6ാമത്തെ ഇസ്രയേലി സൈനികനാണ് നെഗേവ് ദാഗൻ എന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട മേഖലയിൽ പോലും തങ്ങളുടെ സൈനികർ തുടർച്ചയായി കൊല്ലപ്പെടുന്നത് ഇസ്രയേൽ സൈനിക നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കരാറിന്റെ മറവിൽ ഹിസ്ബുള്ള തങ്ങളെ ലക്ഷ്യമിട്ട് ഒളിപ്പോര് തുടരുകയാണെന്നാണ് ഇസ്രയേൽ ഇതിലൂടെ ആരോപിക്കുന്നത്. കൂടുതൽ വിപുലമായ ഇറാൻ അനുകൂല പ്രാദേശിക സഖ്യങ്ങളുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം ഇതുവരെ 19 ഇസ്രയേലി സൈനികർക്കാണ് ലബനൻ മണ്ണിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. മേഖലയിൽ ഇറാൻ ചെലുത്തുന്ന സ്വാധീനവും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്ന ആയുധ സാമ്പത്തിക പിന്തുണയും ഈ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഓരോ സൈനികന്റെയും മരണം ഇസ്രയേലിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇത് ലബനനിലെ തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ മോർട്ടാർ ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും തലേദിവസം ഇസ്രയേൽ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണത്തിന് പ്രതികാരമായാണ് ഇതെന്നുമാണ് മേഖലയിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന് തെക്കുള്ള ജനവാസ മേഖലകളിൽ ഇസ്രയേൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ മാരകമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചത്. സമാധാന കരാർ നിലനിൽക്കെ തന്നെ ബെയ്റൂട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇസ്രയേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചത് കടുത്ത ലംഘനമായാണ് ലബനൻ കാണുന്നത്. ബെയ്റൂട്ടിന് തെക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം നടന്നത്. നിമിഷങ്ങൾക്കകം വാഹനങ്ങൾ കത്തിയമരുകയും അതിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ പോലും അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർമാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും വലിയ തോതിലുള്ള സിവിലിയൻ നാശനഷ്ടങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയത്. ഈ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ 2 പിഞ്ചുകുട്ടികളും ഉൾപ്പെടെ 8 നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരുടെ മരണം ലബനനിലാകെ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. കുട്ടികളുടെയും സ്ത്രീകളുടെയും മരണം അന്താരാഷ്ട്ര തലത്തിലും ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരാൻ ഇടയാക്കി. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കൂട്ടക്കൊലയ്ക്ക് പകരമായിട്ടാണ് ഹിസ്ബുള്ള അതിർത്തിയിൽ ഇസ്രയേൽ അതിർത്തി കാവലക്കാരെ ലക്ഷ്യമിട്ട് മോർട്ടാർ തൊടുത്തത്. നിരപരാധികളുടെ ചോര വീണതോടെ വെടിനിർത്തൽ കരാറിന്റെ എല്ലാ സാധ്യതകളും അടയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.
പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുവിഭാഗവും അതിർത്തിയിൽ കൂടുതൽ കടുപ്പമേറിയ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. കരാർ ലംഘനം ആദ്യം നടത്തിയത് ആരാണെന്നതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ അതിർത്തിയിലെ സാധാരണക്കാരുടെയും സൈനികരുടെയും ജീവനാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സൈനികരുടെ മരണം ആഭ്യന്തരമായി വലിയ സമ്മർദ്ദമാണ് സർക്കാരിന്മേൽ ചെലുത്തുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും സൈനികർക്ക് സുരക്ഷയൊരുക്കാൻ കഴിയാത്തതിനെതിരെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഭരണകൂടത്തിന് നേരെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും അടിച്ചമർത്താതെ പിന്മാറുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദത്തിന് ഇതോടെ ഇസ്രയേലിൽ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളെയും ഡ്രോൺ വേട്ടകളെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് ഇനിയും ശേഷിയുണ്ടെന്ന് തെളിയിക്കാനാണ് ഈ അതിർത്തി ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള ശ്രമിക്കുന്നത്. തങ്ങളുടെ താവളങ്ങളും കമാൻഡർമാരും തകർക്കപ്പെട്ടാലും ഇസ്രയേൽ സൈന്യത്തിന് തത്തുല്യമായ പ്രഹരം നൽകാൻ തങ്ങൾ സജ്ജമാണെന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. ഈ ഒളിപ്പോരു തന്ത്രം ഇസ്രയേൽ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഈ പുതിയ സംഭവവികാസങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. വലിയ പ്രയത്നത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സമാധാന കരാർ വെറും കടലാസ് കഷ്ണമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാകാത്ത പക്ഷം മേഖലയിൽ വീണ്ടും ഒരു വിനാശകരമായ യുദ്ധത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകാനാണ് സാധ്യത. തങ്ങളുടെ സൈനികന്റെ മരണത്തിന് പകരമായി തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾക്ക് ഇസ്രയേൽ പദ്ധതിയിടുന്നുണ്ടാകാം. ഇത് വെടിനിർത്തൽ കരാറിന്റെ ഔദ്യോഗികമായ തകർച്ചയിലേക്കായിരിക്കും വഴി തുറക്കുക. ഇസ്രയേൽ സൈനികന്റെ മരണവും ലെബനിലെ സാധാരണക്കാരുടെ കൂട്ടക്കൊലയും പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് മുകളിലൂടെ ആയുധങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വീണ്ടും മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ ഈ ചോരപ്പുഴ കൂടുതൽ ജനങ്ങളിലേക്ക് പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.